യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. 11-ാം ആണ്ട് 3-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോനോടും അവന്റെ പുരുഷാരത്തോടും പറയേണ്ടത്, നിന്റെ മഹത്വത്തിൽ നീ ആർക്കു സമൻ? അശൂർ ലെബാനോനിൽ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും പൊക്കത്തിലുള്ള വളർച്ചയോടും കൂടിയ ഒരു ദേവദാരു ആയിരുന്നുവല്ലോ. അതിന്റെ തുഞ്ചാം മേഘങ്ങളോളം എത്തിയിരുന്നു. വെള്ളം അതിനെ വളർത്തി, ആഴി അതിനെ ഉയരുമാറാക്കി. അതിന്റെ നദികൾ തോട്ടത്തെ ചുറ്റി ഒഴുകി. അത് തന്റെ ഒഴുക്കുകളെ വയലിലെ സകല വൃക്ഷങ്ങളുടെയും അടുക്കിലേക്ക് അയച്ചു കൊടുത്തു. അതുകൊണ്ട് അത് വളർന്നു വയലിലെ സകല വൃക്ഷങ്ങളെക്കാളും പൊങ്ങി. അത് വെള്ളത്തിന്റെ പെരുപ്പം കൊണ്ട് പടർന്ന് തന്റെ കൊമ്പുകളെ പെരുക്കി ചില്ലികളെ നീട്ടി. അതിന്റെ ചില്ലികളിൽ ആകാശത്തിലെ പറവയൊക്കെയും കൂടുണ്ടാക്കി. അതിന്റെ കൊമ്പുകളുടെ കീഴെ കാട്ടുമൃഗമൊക്കെയും പെറ്റുകിടന്നു. അതിന്റെ തണലിൽ വലിയ ജാതികളൊക്കെയും പാർത്തു. ഇങ്ങനെ അതിന്റെ വേർ വളരെ വെള്ളത്തിനരികെ ആയിരുന്നത് കൊണ്ട് അത് വലുതായി കൊമ്പുകളെ നീട്ടി ശോഭിച്ചിരുന്നു. ദൈവത്തിന്റെ തോട്ടത്തിലെ ദേവദാരുക്കൾക്ക് അതിനെ മറപ്പാൻ കഴിഞ്ഞില്ല. സരള വൃക്ഷങ്ങൾ അതിന്റെ കൊമ്പുകളോട് തുല്യമായിരുന്നില്ല. അരിഞ്ഞിൽ വൃക്ഷങ്ങൾ അതിന്റെ ചില്ലികളോട് ഒത്തിരുന്നില്ല. ദൈവത്തിന്റെ തോട്ടത്തിലെ ഒരു വൃക്ഷവും ഭംഗിയിൽ അതിനോട് സമമായിരുന്നതുമില്ല. കൊമ്പുകളുടെ പെരുപ്പം കൊണ്ട് ഞാൻ അതിന് ഭംഗി വരുത്തിയതിനാൽ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലെ സകല വൃക്ഷങ്ങളും അതിനോട് അസൂയപ്പെട്ടു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് വളർന്നു പൊങ്ങി തുഞ്ചം മേഘങ്ങളോളം നീട്ടി. അതിന്റെ ഹൃദയം തന്റെ വളർച്ചയിങ്കൽ ഗർവിച്ചു പോയതുകൊണ്ട് ഞാൻ അതിനെ ജാതികളിൽ ബലവാനായവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അതിനോട് ഇടപെടും. അതിന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാർ അതിനെ വെട്ടി തള്ളിയിട്ടു. അതിന്റെ കൊമ്പുകൾ മലകളിലും എല്ലാ താഴ്വരകളിലും വീണു. അതിന്റെ ശാഖകൾ ദേശത്തിലെ എല്ലാ തോടുകളുടെയും അരികത്ത് ഒടിഞ്ഞുകിടക്കുന്നു. ഭൂമിയിലെ സകല ജാതികളും അതിന്റെ തണൽ വിട്ടിറങ്ങി അതിനെ ഉപേക്ഷിച്ചു പോയി. വീണുകിടക്കുന്ന അതിന്റെ തടിമേൽ ആകാശത്തിലെ പറവ ഒക്കെയും പാർക്കും. അതിന്റെ കൊമ്പുകളുടെ ഇടയിലേക്ക് കാട്ടുമൃഗം ഒക്കെയും വരും. വെള്ളത്തിനരികെയുള്ള സകല വൃക്ഷങ്ങളും ഉയരം ഹേതുവായി ഗർവിക്കുകയോ തുഞ്ചം മേഘങ്ങളോളം നീട്ടുകയോ വെള്ളം കുടിക്കുന്നവരായ അവരുടെ സകല ബലശാലികളും തങ്ങളുടെ ഉയർച്ചയിങ്കൽ നിഗളിച്ച് നിൽക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ അവരൊക്കെയും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ ഭൂമിയുടെ അധോ ഭാഗത്ത് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഞാനൊരു വിലാപം കഴിപ്പിച്ചു. അതിനുവേണ്ടി ആഴത്തെ മൂടി പെരുവെള്ളം കെട്ടി നിൽപ്പാൻ തക്കവണ്ണം അതിന്റെ നദികളെ തടുത്തു. അത് നിമിത്തം ഞാൻ ലെബാനോനെ കറുപ്പുടിപ്പിച്ചു. കാട്ടിലെ സകല വൃക്ഷങ്ങളും അതുനിമിത്തം ക്ഷീണിച്ചു പോയി. ഞാൻ അതിനെ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഞാൻ ജാതികളെ നടുങ്ങുമാറാക്കി. ഏദനിലെ സകല വൃക്ഷങ്ങളും ലെബാനോനിലെ ശ്രേഷ്ഠവും ഉത്തമവുമായി വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോ ഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു. അവയും അതിനോട് കൂടെ വാളാൽ നിഹതന്മാരായവരുടെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങിപ്പോയി. അതിന്റെ തുണയായി അതിന്റെ നിഴലിൽ ജാതികളുടെ മധ്യേ പാർത്തവർ തന്നെ. അങ്ങനെ നീ മഹത്വത്തിലും വലിപ്പത്തിലും ഏദനിലെ വൃക്ഷങ്ങളിൽ ഏതിനോട് തുല്യനാകുന്നു. എന്നാൽ നീ ഏദനിലെ വൃക്ഷങ്ങളോട് കൂടെ ഭൂമിയുടെ അധോ ഭാഗത്ത് ഇറങ്ങിപ്പോകേണ്ടി വരും. വാളാൽ നിഹതന്മാരായവരോട് കൂടെ നീ ആ അഗ്രചർമ്മികളുടെ ഇടയിൽ കിടക്കും. ഇത് ഫറവോനും അവന്റെ സകല പുരുഷാരവും തന്നെ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. വായിച്ചതായ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.